സിബിയേ, ഞങ്ങളിങ്ങെത്തി. ആ അലക്സേ, വാ വാ വാ. അല്ല സിബി, വേറെ ആരെയും കാണുന്നില്ലല്ലോ. ആരെയും വിളിച്ചില്ലേ? എടാ, ഈ ആഘോഷത്തിൽ ഒത്തിരി പേരൊന്നും വേണ്ടാന്ന് പറഞ്ഞത് ഞാനാ. കാതിനും കുറേ പറഞ്ഞു നമുക്ക് അയൽപ്പക്കത്തേക്കൊന്ന് ക്ഷണിക്കാമെന്ന്. ഞാനാ പറഞ്ഞത് നമ്മൾ മാത്രം മതിയെന്ന്. അത് നന്നായി സിബി. നമുക്കിത്തിരി നേരം മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. 2 എണ്ണം അടിക്കാം. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. തങ്കു ഉണ്ടാക്കിയ നല്ല പോത്തിറച്ചിയും കരിമീൻ വറുത്തതും കഴിക്കാം. എല്ലാം റെഡിയല്ലേ തങ്കു? ഓ, എല്ലാം റെഡി. പക്ഷെ തടി നിങ്ങളുടേതാണെന്ന് നോക്കി കഴിച്ചോണേ. ഉവ്വേ, അത് ഞങ്ങൾ ഏറ്റു. തങ്കു ഫുൾ ഫോമിലാണ്. ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇന്നും ആ ടോമും തങ്കും തമ്മിൽ മുട്ടനീടിയ. കൊച്ചുങ്ങളായാലേ ഇത്തിരി മനുഷ്യത്വമൊക്കെ വേണം. ചക്കനാണെങ്കിൽ എന്റെ തല കയറിയിരുന്നങ്ങ് നിരങ്ങുവാ. തങ്കു, എന്നെ കളിപ്പാട്ടം മാറ്റി വെച്ചെന്തിനാ? ആ മതി മതി. എടാ അലക്സേ, നാട്ടുകാരൊക്കെ വന്നാലേ മൊത്തം ഒരുമാതിരി അഭിനയവും വേഷം കെട്ടലുമാവും. നമ്മൾ പഴയ കൂട്ടുകാർക്ക് കെട്ടുകളുമാരുടെയും കൊച്ചുങ്ങളുടെയും കൂടെ ഇത്തിരി നേരം അടിച്ചു പൊളിക്കണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് ശരിയാണടാ. നമ്മൾ കൂടുന്നതിന്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാ. അല്ല, അതിരിക്കട്ടെ, ഇവിടെ പോത്തിറച്ചിയും കരിമീനും ഒക്കെയാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇങ്ങനെയൊരു തീറ്റിപ്രാന്തൻ. മണത്തറിഞ്ഞു. അല്ല പിന്നെ. മണത്തറിയാൻ നീ ആരടാ? സ്റ്റെഫി, മണത്തതൊന്നുമല്ല. ഇവനെ എന്നെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു നമ്മുടെ തങ്കമ്മ സ്പെഷ്യൽ കരിമീൻ ഫ്രൈയും പോത്തിറച്ചിയും ഉണ്ടെന്ന്. ഇവനൊരു തീറ്റപ്രാന്തനല്ലേ? ഇത്തിരി സന്തോഷിച്ചിട്ടെന്നേ. അത് ശരി, നിങ്ങളാള് കൊള്ളാലോ. അന്നക്കുട്ടി, ഇങ്ങി വന്നേ. എന്താ കാത്തി ആന്റി? നല്ല പാവക്കുട്ടിയാണല്ലോ. ആരാ മേടിച്ചു തന്നത്? പപ്പയാ എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് മേടിച്ചു തന്നതാ. ടോം, ഇവിടെ വന്നേ. ദേ, അന്നക്കുട്ടിയുടെ പുതിയ പാവക്കുട്ടിയെ നോക്കിക്കേ. സൂപ്പർ അല്ലേ? മമ്മി, ഞാൻ ഈ ലെവലൊന്ന് തീർക്കട്ടെ. എന്താടാ ടോം, നമ്മുടെ എല്ലാവരുടെയും കൂടി കളിക്കാനല്ലേ അന്നക്കുട്ടി വന്നത്? നീ വാ, നമുക്കകത്ത് പോയി കളിക്കാം. അന്നമോള് ഇന്നലെ മുതല് ഇങ്ങോട്ട് വരാനുള്ള ഒരുക്കത്തിലാ. ടോമിന്റെയും അമലമോടെയും കൂടെ കളിക്കണം, കേക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. കുറെ കളിപ്പാട്ടങ്ങളും പെറുക്കിക്കൂട്ടി കാറിലിട്ടിട്ടുണ്ട് നിങ്ങളുടെ കൂടെ കളിക്കാൻ. അന്നക്കുട്ടി വാ, നമുക്ക് കളിക്കാം. തങ്കു, മീൻ മറക്കാൻ വെച്ചത് കരിഞ്ഞു കാണുമെന്നേ. അയ്യോ, വർത്താനത്തിന്റെ ഇടയിൽ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. എന്റെ പൊന്നു തമ്പുരാനേ. ആരാ എന്റെ അന്നക്കുട്ടിയെ കരയിപ്പിക്കുന്നത്? ആരാന്ന്? കാത്തി ആന്റി, ടോം ചേട്ടൻ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുക. ആഹാ, ചേട്ടാ ഇനി ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ടോം, മോൻ അന്നക്കുട്ടിയുടെ കൂടെ ഇത്തിരി നേരം കളിച്ചാൽ എന്താ? നീ ആ കുന്തമൊന്ന് മാറ്റി വെക്ക്. 24 മണിക്കൂറും വീഡിയോ ഗെയിം തന്നെ. എടാ, നീ ഇങ്ങ് വന്നേ. കൊച്ചിനെ കരയിപ്പിക്കല്ലേ. നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചിട്ടല്ലേ അവര് വന്നത്? മമ്മി, എനിക്ക് സില്ലി കളികളൊന്നും ഇഷ്ടല്ല. ഞാൻ ഈ ഗെയിമിന്റെ ലാസ്റ്റ് ലെവലിലാ. പ്ലീസ് ലീവ് മീ അലോൺ. അന്നമോള് വാ, ചേച്ചി കളിക്കാലോ എന്റെ ചക്കരക്കുട്ടിയുടെ കൂടെ. അന്നമോള് നല്ല സുന്ദരിയായിട്ടുണ്ട് ഈ ഉടുപ്പിൽ. ആര് വാങ്ങി തന്നതാ? എന്റെ അപ്പാപ്പനും അമ്മാമ്മയും ബർത്ത്ഡേക്ക് മേടിച്ചു തന്നതാ. ആണോ? അടിപൊളി. കാത്തി, നിങ്ങളിതൊക്കെ ഒന്ന് സെറ്റാക്ക്. ഞങ്ങളൊന്ന് സെറ്റായിട്ട് ഇപ്പൊ വരാം. ഉവ്വ, സെറ്റാക്കി കരള് പോകുവേ. കാത്തിമോളെ, രാവിലെ മുതൽ എനിക്കിത്തിരി ദഹനക്കേട്. അരിഷ്ടം വല്ലതും ഇരിപ്പുണ്ടോ? ആഹാ, മണത്തറിഞ്ഞല്ലോ. ഇത് അരിഷ്ടമൊന്നുമല്ല, കുറച്ച് കൂടിയ അനവാ. ദഹനക്കേടൊന്ന് മാറാനാ കുഞ്ഞേ. ഒരിത്തിരി കിട്ടിയാ മതി. രണ്ടും കൂടി മുങ്ങി. ഇനി എപ്പോ പൊങ്ങുമോ എന്തോ. അതെ കാത്തി, ഈ തങ്കുവിന് ദഹനക്കേടിന്റെ പ്രശ്നം ഈ ഈയിടെയായി ഇത്തിരി കൂടുന്നുണ്ടോന്നൊരു സംശയം. കാത്തി അത്രയ്ക്ക് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണ്ട കേട്ടോ. പോട്ടെ സ്റ്റെഫി, എത്ര കാലമായി എൻ്റെ കൂടെ ഉള്ളതാ. അമലയെ ഗർഭം ധരിച്ച കാലം മുതൽ ഞങ്ങളുടെ കൂടെ കൂടിയതാ.
അവരും വല്ലപ്പോഴും ഒന്ന് സന്തോഷിക്കട്ടെ എന്നേ. അലക്സ ചായനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഒന്നും കഴിച്ചേക്കരുതെന്ന്. അല്ലെങ്കിൽ ഈ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴുള്ള ഈ പരിപാടി നമുക്ക് നിർത്തണം കാത്തി. ശരിയാ, നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാം സ്റ്റെഫി. ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. നീ സമാധാനപ്പെടും. 2 എണ്ണം അടിച്ചാ പിന്നെ ഇച്ചായം ഫ്ലാറ്റ് ആവും. വണ്ടി എടുക്കേയില്ല. എനിക്കാണേ രാത്രി ഡ്രൈവിംഗ് ഭയങ്കര പേടിയാ. നീ പേടിക്കാതിരി. അങ്ങനാണെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ താമസിക്കാം എല്ലാവർക്കും കൂടെ. നാളെ സ്കൂളും ഓഫീസും ഒന്നും ഇല്ലല്ലോ, അവധിയല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങാം. അത് മതി. ആ, ആലോചിക്കാം. നമുക്ക് കേക്ക് മുറിച്ചാലോ കാത്തി? അല്ലേ അതി വല്ല ഉറുമ്പ് കയറിയാലോ? അത് ശരിയാ. എല്ലാരും വന്നേ, ഓടി വായോ, കേക്ക് മുറിക്കാം. അല്ല, എവിടെ നമ്മുടെ ബർത്ത്ഡേ ബോയ്? ഫോണിൽ മുങ്ങിപ്പോയി കാണും. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോഴും ഗെയിം ഗെയിം ഗെയിം. എല്ലാം വളം വെച്ചു കൊടുക്കാൻ പപ്പയും മമ്മിയും ഉണ്ടല്ലോ. കൊച്ചുങ്ങളെ തല്ലി വളർത്തണം, തലോടിയും വളർത്തണം. അല്ല, അതിനൊക്കെ ആർക്കാ നേരം? എല്ലാവരും ബിസി ബിസി ബിസി. എന്റെ കൈ വിട് തങ്കു. കേക്ക് മുറിക്കാനാടാ ചക്ക. ഞാൻ വന്നോളാ, എന്റെ കൈന്ന് വിട്. എന്താടാ ടോം ഇങ്ങനെ? നീയല്ലേ ഇന്നത്തെ സ്റ്റാർ. എത്ര നേരമായി ഇവരൊക്കെ വന്നിട്ട്? മോൻ ഇവരോടൊക്കെ മിണ്ടിയോ? ഇല്ല. ടോം വന്നേ, നമുക്ക് കേക്ക് മുറിക്കാം. Happy birthday, Tom. Happy birthday to you. Happy birthday, happy birthday, happy birthday, Tom. ആ, എല്ലാരും എത്തിയല്ലോ. എവിടെ നമ്മുടെ കല്യാണച്ചേക്കൻ? വന്നിട്ടൊന്ന് കാണാൻ കൂടെ കിട്ടിയില്ലല്ലോ. അതിന് നിങ്ങളെ കാണാൻ പോയിട്ട് ഇവിടെയുള്ളവരുടെ മിണ്ടാൻ പോലും ടോമിന് നേരമില്ല. എപ്പോഴും തിരക്കോട് തിരക്ക് തന്നെ. അങ്കിൾ, ടോം എവിടെയാ? റൂമിലെങ്ങാനും ഉണ്ടാവും. ആഹാ, എത്തിയല്ലോ എല്ലാരും. അന്ന എവിടെ? ഓ, ഇപ്പൊ മരുമോള് മതിയല്ലോ അല്ലേ? ഞങ്ങളെ ഒന്നും കണ്ണി പിടിച്ചില്ലേ കാത്തി? ആണ് കാണൽ ചടങ്ങല്ലയോ നടക്കാൻ പോകുന്നത്? പോയി പോയി കാലം പോണൊരു പോക്കേ. പെണ്ണ് കാണലിന് പകരം ആണ് കാണല്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുവോ എന്റെ പൊന്നു തമ്പുരാനേ. തങ്കുവേ, ഇന്നെന്താണ് സ്പെഷ്യൽ? എന്റെ പൊന്നു കൊച്ചേ, വയസ്സായി വരുവാണേ. നോക്കിയും കണ്ടുമൊക്കെ ആഹാരം കഴിച്ചാൽ അവനവന് കൊള്ളാം. അതിനാർക്കാ പ്രായമായത്? ഞാനിപ്പോഴും നല്ല ചുള്ളനല്ലേ തങ്കു. പിന്നെ തങ്കുവിന്റെ ദഹനക്കേടിന്റെ മരുന്ന് ഈയിടെയായി ഞാനാണ് സ്പോൺസർ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് പോ കൊച്ചേ. ഇപ്പൊ തങ്കു ചേച്ചിക്ക് സ്പോൺസർമാരൊന്നും വേണ്ട. എന്നെ വിട്ട് നേരിട്ടുള്ള ഡീലാ സാറേ. നിന്നെ ഇപ്പൊ ആരാടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് കൊള്ളാലോ. ടോമിന്റെ വിവാഹ നിശ്ചയത്തിന് പിന്നെ ഞാനില്ലാതെ എങ്ങനാ? ഹാ, തുടങ്ങിയില്ലോ രണ്ടും കൂടെ. എടാ അലക്സേ, കല്യാണം കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും പെട്ടെന്നങ്ങ് പറക്കുമല്ലേ? അന്ന പറഞ്ഞു ടോമിന് നല്ല തിരക്ക് പിടിച്ച ജോലിയാണെന്ന്. അവര് രണ്ടുപേരും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭാഗ്യം, അന്ന നിന്നോടെല്ലാം പറയുന്നുണ്ടല്ലോ. ടോം ഒരക്ഷരം മിണ്ടില്ല, എപ്പോഴും തിരക്കാ. നമുക്ക് പ്രായമായെന്ന് തോന്നി തുടങ്ങുന്നത് നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകലം പാലിക്കുമ്പോഴാണ്, അല്ലേടാ? ഛേ, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവര് പറന്ന് നടക്കട്ടേന്നേ, അല്ലേ കാത്തി? അല്ല പിന്നെ, ഇവർക്ക് ഇപ്പോഴല്ലേ ഇങ്ങനെയൊന്ന് പറന്ന് നടക്കാൻ പറ്റൂ. ഇതിയാനോടത് പറഞ്ഞിട്ടങ്ങ് മനസ്സിലാകുന്നുമില്ല. അമലമോൾ കാനഡയിൽ സെറ്റിലാവുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആശ്വാസം ടോം കൂടെ ഉണ്ടല്ലോ എന്നതായിരുന്നു. ഇതിപ്പോ ടോമും അന്നയും എല്ലാരും കൂടെ അങ്ങ് പോകുമല്ലേ കണ്ണത്താ ദൂരത്തേക്ക്. എന്റെ പൊന്നു സിബിച്ച, വിഷമിക്കാതെ. അവർ ലോകം കാണട്ടേന്നേ. നമുക്കോ പറ്റിയില്ല. അവർ പറക്കട്ടെ. ഇപ്പൊ സ്മാർട്ട് ഫോണും വീഡിയോ കോളും ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് എന്നും അവരെ കാണാലോ. ശരിയാ സ്റ്റെഫി, ഞാനും അത് തന്നെയാ പറയുന്നത്. പിന്നെ റിട്ടയർമെന്റ് ലൈഫിൽ ഇത്തിരി കാശ് മുടക്കിയാലും നമുക്കും കാനഡയിലും ജർമ്മനിയിലും ഒക്കെ ഒന്ന് കറങ്ങാലോ. പിന്നല്ല. എവിടെ നമ്മുടെ അന്നമോളും ടോമും രണ്ടും കൂടെ മുങ്ങിയോ? ഹേ, മുങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ല മമ്മി ഞങ്ങൾക്ക്. ഞങ്ങളിവിടെ ഉണ്ട് കാത്തി ആന്റി. സ്റ്റെഫി, ഇനി ആന്റി വിളി മാറ്റിയിട്ടേ മമ്മി എന്നങ്ങ് ആക്കിയാലോ?
അത് നേരാ കാത്തി, അതാ നല്ലത്. മമ്മിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവട്ടെ. ഞാൻ എന്തിനും റെഡി. തങ്കു എവിടെ? നല്ല മൊരിഞ്ഞ കരിമീന്റെ മണം വരുന്നുണ്ടല്ലോ. വായില് കപ്പലോടിക്കാം. ആഹാ, അപ്പന്റെ തീറ്റഭ്രാന്ത് മോൾക്കും കിട്ടിയിട്ടുണ്ടല്ലേ. അത് നേരാ. നീ ഇവിടെ ഇരുന്ന് കപ്പലോടിക്കാതെ ആ തങ്കുവിന്റെ കുക്കിംഗ് ഒക്കെ ഒന്ന് കണ്ടു പഠിക്കന്നാ. കുക്കിംഗ് മാത്രം മതി കേട്ടോ, മൊത്തത്തിൽ പഠിക്കാൻ നിൽക്കണ്ട. ദേ ചെക്ക, കല്യാണ ചെറുക്കനാണെന്നൊന്നും ഞാൻ നോക്കുകയല്ല. ചട്ടുക അടുപ്പത്തിരിപ്പുണ്ട്. ആ പറഞ്ഞേക്കാം. പിന്നെ പണ്ട് പേടിച്ചിട്ടില്ല, പിന്നെയാ ഈ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ഇപ്പോൾ. ഒന്ന് പോ തങ്കു. മതി ടോം, ഒന്ന് നിർത്ത്. അതെ കാത്തി, ഞാൻ അന്നയോട് പറയായിരുന്നു കുറച്ചു ദിവസം ഇവിടെ വന്ന് ടോമിന്റെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് കുക്കിംഗ്. ഓ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമ്മുടെ കാലം വല്ലോ ആണോ ഇത്? അവർ രണ്ടുപേരും കൂടെ എല്ലാം ചെയ്തങ്ങ് പഠിച്ചോളും. പിന്നെ അവന് റോബോട്ടിക്സിലല്ലേ റിസർച്ച്. ഒരു നല്ല റോബോട്ടിനെ ഉണ്ടാക്കി തരാൻ പറ, വീട്ടുജോലി ചെയ്യാൻ. ഞാൻ ഇന്നലെ മോളോട് പറയുമായിരുന്നേ, കാത്തിയുടെ മരുമോളായി തീരുന്നതാണ് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. അത് ശരി, അപ്പോൾ എനിക്ക് ഈ വീട്ടൊരു വിലയില്ലേ? എന്റെ പൊന്ന് സിബിച്ച, ഇത് എന്നാ കുശുമ്പാ ഇത്? അന്നമോളെ, ഞാൻ അമ്മായിമ്മ പോരെ എടുക്കുവേ. കുശുമ്പ് കുത്തലും തമാശയൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്നിട്ട് വേണം ഒന്ന് സെറ്റാവാൻ. അങ്കിൾ, മിക്കവാറും ജനുവരി 2nd വീക്ക് എനിക്ക് തിരിച്ചു പോവേണ്ടി വരും. ഇപ്പോൾ തന്നെ കുറേ വർക്ക് പെൻഡിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ശനിയാഴ്ച മനസ്സമ്മതം നടത്തിയാലോ? ഞാൻ അച്ഛനെ കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു അന്ന് ഹാൾ ഫ്രീ ആണോ എന്ന്. അത് ശരിയാ, നോമ്പ് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് നടത്താം. അവന് നല്ല തിരക്കാ. ഞങ്ങൾക്ക് ഓക്കെയാണ് അല്ലേ സ്റ്റെഫി? അതെ, അവളുടെ എക്സാം കഴിയട്ടെ എന്ന് മാത്രമാണ് എന്റെ ഒരു കൺസേൺ. കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് നടത്താം. അതെ അതെ, ശുഭസ്യ ശീഘ്രമെന്നാണല്ലോ. പിന്നെ തങ്കു ആണല്ലോ ഇവിടുത്തെ അവസാന വാക്ക്. ഒന്ന് പോതള്ളേ. ഓ, നിനക്കെന്നെ വിലയില്ലാന്ന് വെച്ച് കാത്തിയും സിബിയും എന്നെ തള്ളി പറയൂല്ല മോനെ. ഇട്ടിച്ചാ, ഇവിടെ ഞാനാ സീനിയർ മോസ്റ്റ്. ഉവ്വേ അമ്പട പുളുസു. ഒന്ന് നിർത്താമോ തങ്കു? ശരി പപ്പ, എന്നാൽ ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ. എനിക്ക് അർജന്റായിട്ട് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. ടോം ഇപ്പോൾ ജോലി ചെയ്യുന്നതേ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച റോബോട്ടിക്സ് കമ്പനിയിലാണ്. ഏറ്റവും പുതിയ ഗവേഷണങ്ങളൊക്കെ അവരുടെ കമ്പനിയിലാണ്. ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയത് തന്നെ ദൈവാനുഗ്രഹം. എനിക്ക് വലിയ സന്തോഷമാണ് കാത്തി, സമാധാനവും. ഇവരാകുമ്പോൾ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. സന്തോഷത്തോടെ ജീവിക്കട്ടെ അവർ, അത്രേ വേണ്ടൂ. ഓരോ ദിവസം പത്രത്തിലും ടി വിയിലും വരുന്ന വാർത്തകൾ കാണുമ്പോൾ എനിക്ക് ചങ്ക് പിടയ്ക്കും. നമ്മുടെ മക്കൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ, അതിന് നമ്മുടെ പ്രാർത്ഥനയും വേണം. അത് കാത്തി പറഞ്ഞത് നേരാ. നമ്മുടെ കാരണവന്മാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്കുണ്ടായിരുന്ന പോലെ അവർക്കും നമ്മുടെ പ്രാർത്ഥന വേണം. ശരിയാ, ദൈവം വഴി നടത്തട്ടെ. എത്രയും തേള മാതാവേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം അപേക്ഷിക്കുന്ന ഒരുവനെയും നിന്നാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞി, കന്യാസ്ത്രീ, ദേവള മാതാവേ, ഇവണ്ണമുള്ള ശരത ഉറപ്പിക്കപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു. വിലപിച്ച് കണ്ണീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ആകയാൽ അവതരിച്ച വനത്തിന് മാതാവേ, എൻ്റെ അമ്മയെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദേവള കേട്ടറിയണമേ. ആമേൻ. കാത്തി, ആരാ നോക്കിയേ? ആരാണ് അവ ഫോൺ വിളിച്ചത്? ഹാ, അന്നമോളാണല്ലോ. ദേ അന്നമോള. ഹലോ മമ്മി, സുഖമല്ലേ? ആ സുഖം തന്നെ മോളെ. മോൾക്കോ? പപ്പ എവിടെ? ഞാനിടുണ്ട് മോളെ. പ്രാർത്ഥന ചൊല്ലി തീർന്നതേ നിന്റെ ഫോൺ വന്നു. ടോം എന്തി? നമ്മുടെ സയന്റിസ്റ്റിന് ഭയങ്കര തിരക്കാ. നമ്മളെയൊന്നും ഒരു മൈൻഡില്ല. ഒരാഴ്ചയായി അവൻ ഇങ്ങോട്ടൊന്ന് വിളിച്ചിട്ട്. അവനെ ഒന്ന് കാണാൻ കൊതിയായി. മമ്മി, ഇവിടെ ഒന്ന് മിണ്ടാൻ പോലും ടോമിന് നേരമില്ല. പുതിയൊരാളുണ്ട് ഇവിടെ. ആളല്ല, റോബോട്ട്, സോഫിയ. ഇപ്പോൾ എന്തോ വലിയ ഒരു പ്രൊജക്ടിന്റെ ലീഡ് റോളിലാണ് ടോം. കല്യാണം കഴിഞ്ഞ് ഇങ്ങ് വന്നിട്ട് ഒന്ന് സ്വസ്ഥമായി ഇരുന്നത് ഒരാഴ്ചയാണ്. പിന്നെ ഭയങ്കര തിരക്കായി. എന്തായാലും പപ്പ,
ടോം വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. സോഫിയയോ? പുതിയ അസിസ്റ്റൻ്റോ? അപ്പോൾ അടുക്കളയിലേക്ക് പുതിയ സെർവൻറ്റിനെ വെക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെയുള്ള തള്ളയുടെ കാര്യം തീരുമാനമായി. പേര് കൊള്ളാം, സോഫിയ. വലിയ പ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും വരട്ടെ, നോക്കാം. സോഫിയ സോഫിയ, കഞ്ഞി വയ്ക്കും സോഫിയ, നിനക്ക് വേണ്ടി ഞാനിവിടെ വെയിറ്റിംഗ് വെയിറ്റിംഗ്. സോഫിയ സോഫിയ, കഞ്ഞി വയ്ക്കും സോഫിയ, നിനക്ക് വേണ്ടി ഞാനിവിടെ വെയിറ്റിംഗ് വെയിറ്റിംഗ്. എന്താടാ ഒരു പാട്ടും ഇളക്കവുമൊക്കെ? ആ തങ്കു, നിങ്ങൾ ഇവിടുന്ന് പോകാനായി പെട്ടിയും കിടക്കയും ഒക്കെ റെഡിയാക്കി വെച്ചോ. സിബിച്ചനെ പുതിയ സെർവൻറ്റിനെ കൊണ്ടുവരാൻ പോവുകയാണ് അടുക്കളയിലേക്ക്. പേര് സോഫിയ. ഉവ്വ, എന്തിനാടാ ഇപ്പൊ ഇവിടെ പുതിയൊരു സെർവന്റ്? ഞാനിവിടെ പന പോലെ നിൽക്കുകയല്ലയോ? ആ, പന പോലെ നിൽക്കുന്നത് തന്നെ കാര്യം. അങ്ങനെ നിൽക്കുകയല്ലാതെ മേലാണെങ്കിൽ വല്ലോ പണിയും ചെയ്യുന്നുണ്ടോ നിങ്ങൾ? നോക്കിയിരുന്നു. ഞാനിവിടെ ഉള്ളപ്പോ അടുക്കളയെ കാലുകുത്താൻ ഒരുത്തിയെ ഞാൻ സമ്മതിക്കത്തില്ല. അല്ല, സിബിച്ചനെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്കും കാണില്ലേ ആഗ്രഹം ഇനിയുള്ള കാലം വായ്ക്ക് രുചിയായിട്ട് വല്ല ഭക്ഷണവും കഴിച്ച് സമാധാനത്തോടെ കഴിയണമെന്ന്. ഞാനുണ്ടാക്കുന്ന ഭക്ഷണത്തിന് എന്ത് കുഴപ്പമാണെന്നാടാ നീ പറയുന്നേ? ഓ, നിങ്ങളുടെ ഭക്ഷണത്തിന് മെച്ചമൊന്നും പറയണ്ട. പിന്നെ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിലുള്ള എല്ലാവരും ഭക്ഷണത്തിന് മുമ്പുള്ള നെഞ്ചുരുകിയുള്ള പ്രാർത്ഥന ശീലമാക്കി. ദൈവം തമ്പുരാനല്ലേ അറിയൂ തിന്നാൻ പോകുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന്. ഓ, ഞാനുണ്ടാക്കുന്ന ഭക്ഷണത്തെ കുറ്റം പറയാൻ ഒരു മടിയുമില്ല. എന്നാലോ 4 നേരം വെട്ടി വിഴുങ്ങി ചുമ്മാ പോത്ത് പോലെ കിടന്നുറങ്ങുന്നതല്ലേടാ നിന്റെ ഇവിടത്തെ മെയിൻ പണി. ആ, ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം വിശന്ന് വലഞ്ഞു റോഡിൽ കൂടെ തെണ്ടി നടന്ന ഒരു പട്ടിക്ക് ഞാൻ കൊണ്ടുകൊടുത്തു. പാവം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച്. ആ പട്ടിക്കെങ്കിലും നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായല്ലോ, അത് മതി. എന്നിട്ടിപ്പോ എന്തായി? ആ പട്ടി ഇപ്പോൾ എന്നെ എവിടെ കണ്ടാലും കടിക്കാനിട്ട് ഓടിക്കും. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അല്ലല്ല, സിബിച്ചൻ ആരെ കൊണ്ടുവരുന്ന കാര്യമാ നീ പറഞ്ഞത്? സോഫിയായേ. എടാ മണ്ട, അവര് ഫോൺ വിളിക്കുന്നത് ഞാനും കേട്ടായിരുന്നു. സോഫിയ ഒരു യന്ത്രമനുഷ്യനാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ പുറംപണിക്കായിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ ഒരു യന്ത്രമനുഷ്യൻ വന്നിട്ട് ഇവിടെ എന്തോ പുറംപണി ചെയ്യാനാ? കൂടുതലൊന്നും ചെയ്യണ്ട. ഈ വീടിന് ചുറ്റുമുള്ള പൂന്തോട്ടവും ആ ചെറിയ കൃഷികളും ഒന്ന് വൃത്തിയായി നോക്കി വേണ്ട വെള്ളവും വളവും ഒക്കെ കൊടുത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ മുഴുവനും നശിച്ച് നാറാണക്കല്ല് പിടിച്ച് കിടക്കുക. ദേ തള്ളേ, ഇതൊക്കെ ഇപ്പോഴും ഞാൻ വൃത്തിയായിട്ട് നോക്കി ചെയ്യുന്നുണ്ട്. ഓ, നിന്റെ ചെയ്ത്തിനെ പറ്റി ഒന്നും പറയണ്ട. എടാ, നിനക്ക് വല്ല ബോധമുണ്ടോ? കഴിഞ്ഞ ദിവസം നീ ആ ഭയങ്കര മഴയത്ത് കുടയും ചോടിയെന്ന് ചെടി നനയ്ക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്തത് അറിഞ്ഞില്ല, അങ്ങനെ പറ്റിയതാ. എടാ, കഴിഞ്ഞ ആഴ്ച സിബിച്ചൻ നിന്നോട് പറമ്പിലെ കളയെല്ലാം പറിച്ച് കളയാൻ പറഞ്ഞപ്പോൾ നീ എന്താ ചെയ്തത്? സിബിച്ചൻ നട്ടു വളർത്തിക്കൊണ്ടുവന്ന പച്ചക്കറി തൈകൾ മുഴുവനും പറിച്ചു കളഞ്ഞു. എടാ, നിനക്ക് കള ഏതാ വിള ഏതാ എന്തെങ്കിലും അറിയാമോടാ വിവരം കെട്ടവനെ? ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തവൻ. തിന്നുക ഉറങ്ങുക, തിന്നുക ഉറങ്ങുക, ഇത് തന്നെ പണി. ദേ തള്ളേ, എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത്. ചോദ്യം ചെയ്താ നീ എന്നാ ചെയ്യോടാ? നീ ഇട്ടിച്ചനല്ലടാ, പട്ടിച്ചൻ പട്ടിച്ചൻ. ദേ പരട്ട തള്ളേ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ നീ എന്താ മൂക്കി വലിച്ചു കയറ്റുവോ? ഓ, എന്തൊരു ശല്യമായത്. രണ്ടും കൂടെ ഒരു സമാധാനം തരത്തില്ലല്ലോ. ദേ, രണ്ടിനോടും കൂടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും.
ഏത് സമയം നോക്കിയാലും വഴക്കും ബഹളവും. അല്ലേ തന്നെ മനുഷ്യൻ ഇവിടെ 100 പ്രശ്നങ്ങളാ. അയ്യയ്യോ, അതിനാരാ ഇവിടെ വഴക്കുണ്ടാക്കിയത്? പൂന്തോട്ടത്തിൽ പണിയെടുത്ത് ദാഹിച്ചപ്പോ ഇച്ചിരി കഞ്ഞിവെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അല്ലേ തങ്കമ്മ ചേച്ചി? അതെ അതെ, പാവം ഇട്ടിച്ച്. രാവിലെ മുതലുള്ള വെയിലും ചൂടും ഒക്കെ ഏറ്റ് പണിയെടുത്ത് തളർന്നു പോയി. തങ്കു, ഇത്തിരി കുടിക്കാനെടുത്തോളൂ. എനിക്ക് എൻ്റെ ആരാമത്തിലെ ആന്തൂര്യത്തിന് ഇത്തിരി വെള്ളം ഒഴിക്കാനുള്ളതാ. ഇട്ടിച്ചാ, ഞാൻ അടുക്കളയിൽ അവലോസുണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടി കഴിച്ചിട്ട് പൊയ്ക്കോളൂ കേട്ടോ. ഇങ്ങോട്ട് വാ. അന്നമോള, ടോം വന്നു കാണുമായിരിക്കും. മമ്മി, ടോം വന്നു. മമ്മിക്ക് സോഫിയെ കാണണോ? നീ അവനൊന്ന് ഫോൺ കൊടുത്തേ. ടോം, മമ്മിയാണ് ഫോണില്. ടോമിന് തരാൻ പറഞ്ഞു. അന്ന, ഐ ആം സോ ടയർഡ്. പ്ലീസ് ടെൽ മമ്മി. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞേ. യു പ്ലീസ് ക്യാരി ഓൺ. ശരി മമ്മി, ടോം വിളിക്കും. ഓക്കെ? അത്രയ്ക്ക് ടയേർഡാണെങ്കിൽ അവനോട് ഇങ്ങോട്ടൊന്നും പറയണ്ടെന്ന് പറ. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറ അവനോട്. ശരി മമ്മി, ഞാൻ കേൾപ്പിക്കാം. ടോം, മമ്മിക്ക് എന്തോ പറയാനുണ്ട്. അതൊന്ന് കേട്ടുകൂടെ? Tom is busy and tired after hectic work. അതിന് നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശരി, ഫോൺ താ. എന്താ മമ്മി, പറ. എടാ മോനെ, നിന്റെ റോബോട്ടുകൾ മനുഷ്യരല്ല എന്ന ഓർമ്മ വേണം. വിവേകവും ബുദ്ധിയും സ്നേഹവുമൊക്കെ യഥാവിധി ഒത്തിണങ്ങുമ്പോഴാണ് മനുഷ്യനാകുന്നത്. അന്യൊരു മനുഷ്യസ്ത്രീയാണ് ടോം, റോബോട്ടല്ല. ആ ഓർമ്മ വേണം നിനക്ക്. വിവാഹമെന്ന കൂദാശയിൽ മനസ്സും ശരീരവുമാണ് ഒന്നായിത്തീരുന്നത്. അന്നയിലെ സ്ത്രീ പൂർണ്ണതയിലെത്തുന്നത് ഒരമ്മയാകുമ്പോഴാണ്. നീ എന്തൊക്കെ സൗകര്യങ്ങൾ അവൾക്ക് വേണ്ടി ഒരുക്കിയാലും ഒരമ്മയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾക്കത് തീരാ ദുഃഖമായിരിക്കും. ആ കണ്ണീരിന്റെ കറ എൻ്റെ മോൻ വാങ്ങിച്ചെടുക്കരുത് കേട്ടോ. മമ്മി, ഡോണ്ട് ബി സോ ഇമോഷണൽ ആൻഡ് സില്ലി. I am planning a great surprise for Anna and you people. എൻ്റെ ഈ പുതിയ പ്രോജക്റ്റ് സോഫിയ നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് സർപ്രൈസ് ആണ്. എന്നാ ശരി മോനെ, ഗുഡ് നൈറ്റ്. ചെക്കൻ പണ്ട് മുതലേ ഇങ്ങനെയാ. ഈ ചെക്കൻ എന്തൊക്കെയാ ഈ കാട്ടി കൂട്ടുന്നേ? ഇതാരെ ഈ സോഫിയ? കണ്ണും കണ്ണും നോക്കിയ നീ കള്ളെ കൊള്ളും മാഫിയ. കാപ്പിച്ചിനോ കോഫിയ, അതാ മോളെ സോഫിയ. സോഫിയ കാത്തി, ഒന്നിങ്ങി വന്നേ. എന്തിനാ ഒച്ച എടുക്കുന്നത്? കാര്യം പറ. അന്ന വിളിച്ചിരുന്നു. അവർ ദേ നെടുമ്പാശ്ശേരിയിൽ എത്തിയെന്ന്. അമല വെളുപ്പിന് എത്തുമെന്നും പറഞ്ഞു. ആഹാ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. 2 മക്കളെ ഒന്നിച്ച് കാണാമല്ലോ. അന്ന് അന്നമോളുടെ സങ്കടം കേട്ടിട്ട് എനിക്ക് ആകെ വിഷമമായിരുന്നു. നമ്മുടെ മോനേക്കാൾ അന്നയാണിപ്പോൾ നമ്മോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അമലയാണെങ്കിൽ തനിച്ചാ വരുന്നത്. അവരും മോൾക്ക് ലീവ് കിട്ടത്തില്ലെന്ന്. അവരിപ്പോ വന്നു പോയതല്ലേ ഉള്ളൂ. നമ്മളെല്ലാരും കൂടെ കൂടുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. നീ അടുക്കളയിൽ എന്തെടുക്കുമായിരുന്നു ഈ നേരത്ത്? ഇത്തിരി കറി ഉണ്ടാക്കി വെച്ചു. തങ്കുവിന് നല്ല സുഖമില്ല. തങ്കു രാവിലെ കുറച്ചു നേരം കൂടെ ഒന്ന് കിടന്നോട്ടെ എന്ന് കരുതി. കാത്തി, നമുക്ക് ഇത്തിരി നേരം മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്താ സിബിച്ച പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? അന്ന് ടോമിനെ പറ്റി അന്നമ്മോള് നിന്നോട് പറഞ്ഞത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി നമ്മളും തെറ്റുകാരാണെന്ന്. അതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? നമ്മുടെ കുട്ടിക്കാലത്ത് ഈ ഫോണും ടി വി ഒന്നുമില്ലായിരുന്നു. അപ്പനും അമ്മയും അപ്പാപ്പനും അമ്മാമ്മയൊക്കെ കൂടി വീട് നിറയെ ആൾക്കാർ, അവരുടെ കഥ കേട്ടുള്ള ഉറക്കം, പറമ്പിലിറങ്ങിയുള്ള കളികൾ. നമ്മുടെ മക്കൾ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ഇടപഴകിയത് കമ്പ്യൂട്ടറുമായല്ലേ? ശരിയാ. അമലയെ ഗർഭം ധരിച്ചപ്പോഴും അവളുടെ കുട്ടിക്കാലവും നമ്മൾ ഒത്തിരി സ്നേഹത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ജീവിച്ചിരുന്നു. ടോമിനെ ഗർഭം ധരിച്ച കാലം മുതൽ നമ്മളും ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അമല നിന്റെ ഉദരത്തിലായിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ വയറിൽ കൈവച്ച് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു.
നീ അത് ഓർക്കുന്നുണ്ടോ കാത്തി? എല്ലാം ഓർക്കുന്നുണ്ട് സിബിച്ച. നല്ല സംഗീതം, നല്ല പുസ്തകം, വിശ്രമം, എല്ലാം ശാന്തവും സുന്ദരവും. പിന്നീടെപ്പോഴോ നമ്മൾ തിരക്കുകളിൽ പെട്ടുപോയി. ഒന്നിനും സമയമില്ലാതായി. നേരാവണ്ണം മക്കളോട് മിണ്ടാനും പറയാനും കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ പോലും നേരമില്ലാണ്ടായി. ടിവിയും ഫോണും ഒക്കെ സ്മാർട്ടായി. നമുക്ക് നേരമില്ലാഞ്ഞിട്ടല്ല, നമ്മൾ നേരം കണ്ടെത്തിയില്ലെന്ന് വേണം പറയാൻ. നമ്മൾ പ്രാക്ടിക്കലായ മനുഷ്യരായി കുറെ സമ്പത്ത് നേടി. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നിനും ഒരു അർത്ഥമില്ലാത്ത പോലെ, എല്ലാം താറുമാറായ പോലെ. അന്നമോളുടെ സങ്കടം പറച്ചിൽ മനസ്സിൽ നിന്ന് മായുന്നില്ല. അലക്സും സ്റ്റെഫിയും ഇതൊക്കെ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും സിബിച്ച? എനിക്കത് ഓർക്കാൻ പോലും വയ്യ. ഇന്നലെ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ടോമിൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ അടുത്ത് കളിക്കാനും ചിരിക്കാനും വരുമ്പോൾ ബിസിനസിൻ്റെ തിരക്കുകൾ എന്നും പറഞ്ഞ് എളുപ്പത്തിൽ ഫോണും ഗെയിമും കമ്പ്യൂട്ടറുമൊക്കെ കൊടുത്ത് നമ്മൾ നമ്മുടെ സൗകര്യം മാത്രം നോക്കി. മക്കൾക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുന്നതിൽ നമ്മളൊരു തികഞ്ഞ പരാജയമായിരുന്നു സിബിച്ച. ബോധപൂർവമല്ല അതൊന്നും അന്ന് ചെയ്തത്. എങ്കിലും ഈ അവസ്ഥയ്ക്ക് നമുക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. കാത്തി, നീ വിഷമിക്കാതിരി. ഈ പശ്ചാത്താപത്തിന് നമ്മുടെ നല്ല ദൈവം ഉത്തരം തരും. അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ പറ്റിപ്പോയി. നമ്മൾ വെറും മനുഷ്യരല്ലേ? കാത്തി, ദേ അവരെത്തി. ഇത്ര പെട്ടെന്നോ? അവൻ സർപ്രൈസ് എന്ന് പറഞ്ഞെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അന്നക്കുട്ടി, സന്തോഷായില്ലേ? ടോം, ഇന്നലെ നിനക്കൊരു സൂചനയെങ്കിലും തരാമായിരുന്നു. നീ ആകെ ക്ഷീണിച്ചല്ലോ അന്നക്കുട്ടി. ഭക്ഷണമൊന്നും നേരവണ്ണം കഴിക്കുന്നില്ലേ? അന്നയ്ക്ക് ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റാണ്. ഭക്ഷണം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മാഡത്തെ പോലെ വണ്ണം വെക്കും. അത് നല്ലതല്ല. ഇതാരാ? ഇതാണ് മമ്മി ഞാൻ പറഞ്ഞ സർപ്രൈസ്. സോഫിയ, എൻ്റെ പുതിയ പ്രൊജക്റ്റ്. സോഫിയ, അതാണ് നമ്മുടെ മുറി. യു ഗോ ദെയർ. ഓക്കെ ടോം. നീ എന്തിനാ ടോം ഈ കുന്ത്രാണ്ടത്തിനെ കൂടെ കൊണ്ടുവന്നത്? ഈ പാതിരയ്ക്ക് എന്താ ഇത്ര ബഹളം? ഏതാണ്ട് ഒരൊച്ചയിൽ ആരോ സംസാരിക്കുന്ന കേട്ടില്ല. അതാണ് സോഫിയ. തങ്കമൊക്കെ ഔട്ട്ഡേറ്റഡ് ആവൂലേ. സോഫിയ ഈസ് എ ഹ്യൂമനോയിഡ്. എന്തോന്ന് കുന്തവാ? ഹ്യൂമനോയിഡ്, റോബോട്ട്. പണ്ടാറം. ഇന്ത്യൻ ടൈം മിഡ് നൈറ്റ് ആയി. അമിതമായി ശബ്ദമുണ്ടാക്കുന്നത് ആരാണ്? അതാണ് നമ്മുടെ തങ്കമ്മ. ഹൂ ഈസ് തങ്കമ്മ? മമ്മിയുടെ അസിസ്റ്റന്റ് ആണ്. അവരോട് മിണ്ടാതിരിക്കാൻ പറയൂ. നീ എങ്ങ് കേറി വന്നല്ലേ ഉള്ളു പെണ്ണേ. പോടി. ഇവിടെയുള്ള മനുഷ്യന്മാർ വിചാരിച്ചിട്ട് എന്നെ ഭരിച്ചിട്ടില്ല. അപ്പളാ ഒരു കോഫിയ. റോബോട്ട്, ഒന്ന് പോടി മെഷീനെ. തങ്കു വാതിലടച്ച് കിടന്നു. വെളുപ്പിന് അമലയും വരും. നമുക്ക് രാവിലെ കുറച്ചുകൂടി ഭക്ഷണം
ആരാ? ഞാൻ അങ്ങോട്ട് വരുവാ. മണി 6:30 ആയുള്ളൂ. ആരാണാവോ? ആഹാ, അമലക്കുഞ്ഞെത്തിയോ? യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ? സുഖം തങ്കു. മമ്മി എവിടെ? ആഹാ, നീ എത്തിയോ? ഞങ്ങൾ 6:50 അലാം വെച്ച് കിടക്കുമായിരുന്നു. അന്നമോള് പറഞ്ഞു നീ 7 മണിയാകും വരുമ്പോഴെന്ന്. എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല സ്പീഡാ മമ്മി. അവരെവിടെ? ടോമും അന്നയും? കിച്ചൺ എവിടെയാണ്? ടോമിന് ബെഡ് കോഫിക്കുള്ള സമയമായി. ഇതാരാ ഇങ്ങനെ ഒരു അവതാരം? അവതാരമല്ല, ഹ്യൂമനോയിഡ്. ഐ ആം സോഫിയ, ടോംസ് അസിസ്റ്റന്റ്. എന്റെ പൊന്നമലക്കുഞ്ഞെ, ഈ പണ്ടാരത്തെ ഞാൻ അടുക്കളയിൽ കയറ്റുകയല്ല. വല്ലതും പിടിച്ച് തിരിച്ച് തീപിടുത്തോ മറ്റോ വന്ന എനിക്ക് ചാകാൻ പേടിയാ. പണ്ടാരമല്ല, സോഫിയ, അങ്ങനെ വിളിക്കണം. ഊവേ, ഇപ്പൊ എന്നാ വേണം? കോഫിയാ? യെസ്, കോഫി വിത്തൗട്ട് ഷുഗർ. അതിന് ടോമിന് ഷുഗർ ഉണ്ടോ? ബ്ലഡ് ഷുഗർ കൺട്രോളിൽ നിർത്തണം. ടോം ഒരു ഗ്രേറ്റ് പ്രൊജക്ടിന്റെ വർക്കിലാണ്. ശരി തമ്പുരാട്ടി, ഇപ്പൊ തരാം കോഫി. ഇവിടെ ഇരുന്നാ മതി, ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇന്നലെ പോയപ്പോ ഈ പുകിലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. തങ്കു, എന്താ സംഭവം? ഇതെന്താ റോബർട്ടോ? എടാ, റോബർട്ടല്ല, റോബോട്ട്. സോഫിയ. നീയും ഞാനുമൊക്കെ പറക്കേണ്ടി വരും. അടുക്കള ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പൂന്തോട്ടം നീ കൊടുക്കോ കൊടുക്കാതിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്യൂ. ഞാൻ സിബി സാറിനെ വിട്ടു പോവില്ല. നമുക്ക് ഇവളെ അങ്ങ് തട്ടിയാലോ? അങ്ങോട്ട് ചെന്നോണ്ടാ മതി. നിന്നെ കാണുമ്പോൾ തന്നെ സ്കാൻ ചെയ്ത് നീ കുടിച്ച മുലപ്പാലിന്റെ ഷുഗർ വരെ അവള് കണക്കെടുക്കും. മോനെ, ഇത് തങ്കമ്മയല്ല, സോഫിയായാ. മമ്മി, ഈ സോഫിയ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ടോമിന്റെ മൊത്തം കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ടോമിന്റെ അസിസ്റ്റന്റ് ആണെന്നാ പറയുന്നേ, പക്ഷെ എനിക്ക് തോന്നുന്നത് ടോമിന്റെ ബോസ് ആണെന്നാ. അതിനെ നിങ്ങളുടെ മുറിക്കകത്ത് കയറ്റരുത്, ഇവിടെ ഇരുത്തിയാ പോരെ. ടോമിന് സോഫിയ വേണം എല്ലാ നേരത്തും. ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ഈ ടോമും റോബോട്ടാണോന്ന്. ഗുഡ് മോർണിംഗ് ടോം. Good morning, Sophia. Tom, I have a suggestion for you. Suggestion? For me? Yeah, tell me. Tom, ഈ അന്ന ഒട്ടും ഇന്റലിജന്റ് അല്ല. IQ ലെവൽ വളരെ കുറവാണ്. നിനക്ക് IQ ലെവൽ കൂടിയ മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയായി കണ്ടെത്തിക്കൂടെ? What? സോഫിയ, ഇത്തരം കാര്യങ്ങളിലൊന്നും നീ ഇടപെടേണ്ട. എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. സി, യു ആർ ജസ്റ്റ് എ ഹ്യൂമനോയിഡ്. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അന്ന, ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണേ. സോഫിയെ ചാർജ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ ഓഫ് സോഫിയ. ഓക്കെ? എടാ, ഈ സോഫിയെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാ? മമ്മി, ഞാനൊരാളെ കാണാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. ഓൾറെഡി ലേറ്റ് ആണെന്നേ. വന്നിട്ട് പറയാം. കണ്ടോ മമ്മി, ടോമിന് സോഫിയോടുള്ള സ്നേഹം കണ്ടോ? അന്ന മോളെ, അവന് നീ കഴിഞ്ഞേ ആരുമുള്ളൂ. അത് വെറും ഒരു റോബോട്ടല്ലേ, അവന്റെ റിസർച്ച് പ്രൊഡക്ട്സ്. ആ ഒരു സ്നേഹം അത്രേ ഉള്ളൂ. അത് മാത്രമല്ല പപ്പ, മമ്മി, ഇപ്പോൾ ടോം പോയതൊരു ഡോക്ടറെ കാണാനാണ്. സോഫിയ ഒരു ഹ്യൂമനോയിഡാണ്. അവൾക്ക് ഒരു കുഞ്ഞിനെ 9 മാസം ചുമന്ന് പ്രസവിക്കാനാകും. ആണോ മോളെ? അതെ മമ്മി, സോഫിയക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനാകും. 2 ദിവസം മുമ്പാണ് ടോം
ഈ കാര്യം എന്നോട് പറയുന്നത്. ഇങ്ങോട്ടേക്ക് വരാനുള്ള ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തത് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ അമല ചേച്ചിയെ വിളിച്ചു. അതാ ചേച്ചിയും പെട്ടെന്ന് ഓടി വന്നത്. അത് അവന്റെ പ്രൊജക്റ്റ് അല്ലേ? അതിന് നിങ്ങൾക്കിടയിൽ എന്താ റോള്? ടോം പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞിനെ സോഫിയ ഗർഭം ധരിച്ചാൽ മതിയെന്നാ. അതെന്തിനാ? ഇവനെന്താ ഭ്രാന്താണോ? ടോം പറയുന്നത് ജനിക്കുന്ന കുഞ്ഞിന് ന്യൂട്രിയൻസ്, IQ ലെവൽ, സൗന്ദര്യം, ആരോഗ്യം, നിറം, തൂക്കം എല്ലാം ഐഡിയലായിരിക്കണമെന്ന്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ. തോന്നിവാസം അല്ലാതെന്താ? എന്റെ മോനായി പോയി. അല്ലായിരുന്നെങ്കിൽ ഇതിന്റെ ചാർജ് തീരുകയോ വല്ല സാങ്കേതിക തകരാറൊക്കെ വന്നാൽ അത് കുഞ്ഞിന്റെ ജീവനെ ബാധിക്കില്ലേ? പപ്പ, ഞാനും ഇതൊക്കെ പറഞ്ഞു. സാങ്കേതിക തകരാറ്. ടോം പറയുന്നത് ടോമിന്റെ കമ്പനിയാണ് ഇതിന്റെ ചെലവും മോണിറ്ററിങ്ങും മറ്റെല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതെന്ന്. എന്റെ പൊന്ന് തമ്പുരാനേ. ചാർജിംഗ് അവസാനിച്ചു. ദേ, ആ സോഫിയ എന്തോ പറയുന്നു. ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ തുടങ്ങും ഇറങ്ങി പുറകെ നടക്കാൻ. ഒരു വറുത്ത മീനും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് ദിവസങ്ങളായി. എന്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഈ കുന്ത മോണിറ്റർ ചെയ്യുന്നത്. എന്നിട്ട് റിപ്പോർട്ട് കമ്പനിക്ക് അയച്ചു കൊടുക്കും. സ്റ്റെഫിയും അലക്സും ഇത് വല്ലതും അറിഞ്ഞോ? ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു. അവരിപ്പൊ തന്നെ ഇങ്ങ് എത്തും. ആ, അതവരായിരിക്കും, അപ്പയും അമ്മയും. എനിക്കാകെ ടെൻഷനാകുന്നു സിബിച്ച. വരട്ടെ, എന്തേലും വഴിയുണ്ടാവും. സമാധാനപ്പെട്ട് കാത്തിരിക്കാം. കാത്തി, ഇവിടെ റോബോട്ടൊക്കെ വന്നെന്ന് കേട്ടല്ലോ. എവിടെ? ആ, നിങ്ങൾ ഇരിക്കേ. ഇവൾക്ക് സ്വന്തം മോളെ കാണുന്നതിനേക്കാൾ തിടുക്കം സോഫിയെ കാണാനാ. ഇതൊക്കെ നമ്മള് സിനിമയിലും ടിവിയിലും ഒക്കെ അല്ലേ കണ്ടേക്കുന്നത്. നേരിട്ടൊന്ന് കാണാനാ. സ്റ്റെഫി, അന്നമോള് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എല്ലാം കേട്ടിട്ട് സ്റ്റെഫിക്ക് എന്ത് തോന്നുന്നു? അലക്സിനോ? ഞങ്ങൾ ഇതേപ്പറ്റി ആലോചിച്ചായിരുന്നു. ടോമും അന്നമോളും തീരുമാനിക്കട്ടെ. അവരല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടവർ. അത് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ടോം പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊന്നും അല്ല. ഒരു കുഞ്ഞ് വളരേണ്ടത് അമ്മയുടെ ഉദരത്തിലാണ്. അമ്മയുടെ വികാര വിചാരങ്ങൾ അറിഞ്ഞ് ആ ഹൃദയതാളം ഉൾക്കൊണ്ട്, അല്ലേ കാത്തി? അതെ, ഇതിപ്പോ ഒരു മെഷീൻ. ഒരു വികാര വിചാരങ്ങളും ഉൾക്കൊള്ളാനോ പ്രതികരിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. മമ്മി, ഒരിക്കൽ സോഫിയ ടോമിനോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതെന്താ മോളെ? അത് പിന്നെ IQ ലെവൽ കൂടിയ മറ്റൊരു ലേഡിയെ ഭാര്യയായി സ്വീകരിക്കാൻ, എങ്കിലേ നല്ല ബുദ്ധിയുള്ള കുഞ്ഞുണ്ടാവുള്ളൂവെന്ന്. റോബോട്ടാണെങ്കിലും സോഫിയ ആള് മോശമല്ലല്ലോ. മമ്മി, സോഫിയക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ പോലും അപകടത്തിലാവില്ലേ? എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നു. നീ ശ്രദ്ധിച്ചോ? ആരെങ്കിലും പറഞ്ഞോ ശ്രദ്ധിക്കണ്ടെന്ന്? കുറച്ച് ബുദ്ധിമാന്മാർ വന്നിട്ടുണ്ട് മറ്റുള്ളവരെ കരയിപ്പിക്കാൻ. വന്നല്ലോ ബ്രോ, വാ വാ. ഹലോ ടോം, വെൽക്കം ബാക്ക്. ഹായ് സോഫിയ. അപ്പൊ നീ വായ തുറക്കും അല്ലേ? അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. നീ എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുന്നത്? കുറച്ചായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങളെല്ലാവരും എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ടോം, നീ പണ്ട് മുതലേ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് ഒരിക്കലും പ്രയോറിറ്റി കൊടുക്കാറില്ല. നിനക്കിപ്പ എന്താ വേണ്ടത്? എടാ ടോം, ഈ സോഫിയ ഉപയോഗിച്ച് കുഞ്ഞിനെ പ്രസവിപ്പിക്കാനുള്ള നിന്റെ പ്രോജക്റ്റ് ഉണ്ടല്ലോ, നീ അത് ഉപേക്ഷിക്കണം. അത് നടക്കില്ല. എന്റെ ഡ്രീം പ്രോജക്റ്റ് ആണിത്. ഞാനിത് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ കുടുംബത്തിൽ ആരും ഇത് സപ്പോർട്ട് ചെയ്യില്ല. ടോം പറയൂ, ഞാൻ ഇവരെ നശിപ്പിക്കട്ടെ? സോഫിയ, നീ എന്താണ് ഈ പറയുന്നത്? ഇവർക്ക് നമ്മളെ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഉടനെ തന്നെ എല്ലാവരെയും നശിപ്പിക്കുകയാണോ വേണ്ടത്? ഞാൻ വന്നതു മുതൽ ശ്രദ്ധിക്കുന്നു. ഇവിടെ എല്ലാവരും എന്നെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് രാവിലെ ഈ അമല എൻ്റെ ചാർജിംഗ് സിസ്റ്റം തകരാറിലാക്കാൻ ശ്രമിച്ചു. നീ ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവുമാണ് തകരാറിലാക്കിയത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? മോളെ, നീ ഇത് വെച്ച് അവക്കടെ തലമുണ്ട് അടിച്ചു പൊട്ടിക്ക്. അല്ല പിന്നെ എന്നെ ഉപദ്രവിച്ചാൽ
ഞാനും ഉപദ്രവിക്കും. സോഫിയ, എന്താണിത്? ബി കാം. ഞാൻ ഒരു ഹ്യൂമനോയിഡ് ആണ്, എങ്കിലും ഐ വിൽ റിയാക്ട്. ഐ ആം യുവർ ബോസ്, സോ ഒബേ മീ. അമലമോളെ മാറിക്കോ. അയ്യോ ആൻറ്റി ഷോഹേ. സോഫിയ, സ്റ്റോപ്പ് ദേ. കൊല്ലട്ടടാ, അവൾ കൊല്ലട്ടെന്നെ. എന്തിനാണ് നീ അവളെ തടഞ്ഞത്? അവളെ ഉപയോഗിച്ച് ഞങ്ങൾ എല്ലാവരും നശിപ്പിക്കാമായിരുന്നില്ലേ? അപ്പോൾ എന്റെ പ്ലാനൊക്കെ നടക്കുമായിരുന്നല്ലോ. അമല, എടി, ഞാൻ സോഫിയ ഇതിനു മുന്നേ ഇങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല. പ്രോഗ്രാമിൽ എന്തോ എറർ വന്നാണ്. ഐ ക്യാൻ ഫിക്സ് ഇറ്റ്. ടോം മോനെ, ഞങ്ങൾ പറയുന്ന ഇനിയെങ്കിലും ഒന്ന് കേൾക്ക്. ഇത് വെറും ഒരു മെഷീനാണ്. മനുഷ്യന് പകരമായി ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല. എപ്പോഴാണ് ഇതിന്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നതെന്നോ അപകടം ഉണ്ടാക്കുന്നതെന്നോ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയല്ല അമല, പ്രോഗ്രാമിൽ തെറ്റ് പറ്റില്ല. അഥവാ പറ്റിയാലും എനിക്ക് തിരുത്താം. മനുഷ്യന്റെ ബലഹീനത ഒന്നുമില്ലാത്ത ഒരു പെർഫെക്റ്റ് ഹ്യൂമനോയിഡ്, അതാണ് എന്റെ ഡ്രീം. ടോം, നിന്റെ ഈ തീരുമാനം നടപ്പിലാക്കാൻ പറ്റില്ല. പപ്പ, ഇതെന്റെ കുഞ്ഞിന്റെ കാര്യമാണ്. ഞാൻ തീരുമാനിക്കും. നിന്റെ മാത്രം കുഞ്ഞല്ലല്ലോ, അന്നയുടെയും കൂടിയല്ലേ. അപ്പോൾ അവളുടെ താല്പര്യം കൂടി പരിഗണിക്കണ്ടേ? ഓഹോ, അപ്പോൾ എല്ലാവരും കൂടെ എനിക്കെതിരെയാണല്ലേ? നന്നായി. എല്ലാവരോടുമായി എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇതെന്റെ ഡ്രീം പ്രോജക്റ്റാണ്. നിങ്ങളെല്ലാവരും കൂടെ അത് നശിപ്പിക്കരുത്. എത്ര സന്തോഷമായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളിലും. ശരിയാ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇതിപ്പോ ഉള്ള സമാധാനവും കൂടെ പോയി. മമ്മി, ഇത്തിരി ബഹളങ്ങളൊക്കെ ഉണ്ടായാലും കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയണ്ടേ? ചിലതൊക്കെ പറഞ്ഞു തീർക്കണം കാത്തി. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ശരിയാവും. എല്ലാവരും കൂടെ ടോമിനെ കുറ്റപ്പെടുത്തണ്ട. തലമുറകളുടെ മാറ്റം മനോഭാവത്തിലും കാണും. അവർ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ. നമുക്കിത്തിരി നേരം മാറി നിൽക്കാം. ബാ സിബി. ടോം, ഇവിടെ നടന്ന കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് ആകെ വിഷമമാകുന്നു. ഞാൻ എന്തു ചെയ്തു എന്നാ നീ പറയുന്നേ? എന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എത്രയോ പേർക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ ടോം, ടോം പറഞ്ഞത് ശരിയായിരിക്കാം. ഭാവിയിൽ ഒരുപക്ഷെ കുട്ടികളില്ലാത്ത പലർക്കും ഈ ഒരു പ്രൊജക്റ്റ് സഹായമായേക്കാം. പക്ഷേ നമ്മൾ രണ്ടാളും ചെറുപ്പമല്ലേ, വേറെ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലല്ലോ. അന്ന, നീ 9 മാസം എന്തൊക്കെ സഫർ ചെയ്യണമെന്ന് നിനക്കറിയാമോ? ടോം, ഞാനൊരു സ്ത്രീയാണ്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുപറ്റുന്നവളാണ് ഒരു പെണ്ണ്. എനിക്ക് 9 മാസം ഒരു സഫറിങ്ങോ അല്ല, ഒരു നല്ല അനുഭവം. ടോമിന് അറിയാമോ, ഒരു അമ്മയുടെ ഹൃദയമിടിപ്പ് അനുഭവിക്കുന്ന കുഞ്ഞ് എന്നും അമ്മയോടും അപ്പയോടും ചേർന്ന് നിൽക്കും. അന്ന, ഞാൻ ആരെയും വിഷമിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചില്ല. എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ആസ് എ പ്രോജക്റ്റ് സോഫി ഈസ് ഓക്കെ, ബട്ട് നമ്മുടെ കുഞ്ഞിന്റെ അമ്മ എന്ന അനുഭവം അതെനിക്ക് സമ്മാനിച്ചുകൂടെ ടോം, പ്ലീസ്. അന്ന, എനിക്കൊന്നും കൂടി ഒന്ന് ആലോചിക്കണം. മക്കളെ, നമ്മൾ മനുഷ്യർ പലപ്പോഴും നിസ്സഹായരാണ്. നിങ്ങൾ ചെറുപ്പത്തിൽ ബൈബിളൊക്കെ പഠിച്ചതല്ലേ? മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രയെന്ന്. നമുക്കെല്ലാവർക്കും ഇരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. സിബിച്ച, അവിടെ എന്തെടുക്കുവാ? വന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. കാത്തി, ഒന്നിങ്ങ് വന്നേ. എന്താ കാര്യം? അതാ വരുന്നു. നീ ഇത് കണ്ടോ? സോഫയ്ക്ക് തീ പിടിച്ചു. കത്ത് ചാമ്പലായനല്ല. അയ്യോ എന്റെ ദൈവമേ! ടോം, നീ ഒന്നിങ്ങോട്ട് ഓടി വന്നേ. അമല, ഓടി വന്നേ.
അമല, നീ വല്ലതും ചെയ്തായിരുന്നോ സോഫിയെ? എന്താ ടോമി പറയുന്നേ? അമല ചേച്ചി മമ്മിയൊക്കെ അടുക്കളയിലായിരുന്നില്ലേ? ടോമല്ലേ ഇത് ചാർജ് ചെയ്യാനിട്ടത്? ആ, ശരിയാണല്ലോ. മോനെ, എന്തൊക്കെയാ ഇത്? ആകെ പേടിയാകുന്നു. എടാ ടോമേ, ഇത് നിന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിലോ? ടോം വിഷമിക്കണ്ട, എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കാം. ദൈവത്തിന്റെ ഒരു അദൃശ്യ നൂലിലാണ് നമ്മളെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഒരമ്മയും കുഞ്ഞും തമ്മിലും അങ്ങനെ ഒരു കാണാച്ചരടുണ്ട് മോനെ. ഹൃദയബന്ധത്തിന്റെ ഈ കാണാച്ചരടിൽ കോർത്തിണക്കുമ്പോഴാണ് കുടുംബങ്ങൾക്കും മനുഷ്യർക്കുമൊക്കെ അളവില്ലാത്ത ഭംഗിയും ഇമ്പവും ഉണ്ടാകുന്നത്. അമ്മയിൽ നിന്ന് ദൈവത്തോളം എത്തുന്ന ഒരു കാണാച്ചരട്. ശരിയാണ് മമ്മി, നിങ്ങളെല്ലാമായിരുന്നു ശരി. അന്ന, ഐ ആം സോറി. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ എല്ലാം ബുദ്ധിക്കും ചിന്തകൾക്കും പ്രതീക്ഷകൾക്കുമൊക്കെ അപ്പുറത്താണ്. അങ്ങനെ വിശ്വസിക്കണം. എടാ ടോം, മോനെ, അമ്മ എന്നതൊരു സ്ഥാനമോ വിളിപ്പേരോ അല്ല. അത് ദൈവികമായ ഒരു വികാരം കൂടിയാണ്. ഒരു ഭ്രൂണത്തിന്റെ ഓരോ മിടിപ്പുകളും ഒരമ്മ മനസ്സിലാക്കുന്നത് പോലെ ഒരു യന്ത്രവും മനസ്സിലാക്കില്ലടാ. ടോം, നീ വിഷമിക്കണ്ടടാ, പോട്ടെ. നിനക്കിതുപോലെ ഇനിയും എത്രയോ സോഫിയമാരെ നിർമ്മിക്കാം. അത് ശരിയാടാ മോനെ, നിനക്കതിന് കഴിയും. പൊക്കിൾക്കൊടി ബന്ധമെന്ന ദൈവത്തിന്റെ കാണാച്ചരട് പൊട്ടിച്ചു കളയാൻ മാത്രമൊന്നും ഒരു ടെക്നോളജി എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടുപിടിക്കണ്ട. എല്ലാം മനസ്സിലാവുന്നുണ്ട് ചേച്ചി. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എൻ്റെ അന്നയുടെ കണ്ണീര് കണ്ടില്ലെന്ന് വയ്ക്കാൻ മാത്രം മനുഷ്യത്വമില്ലാത്തവനൊന്നുമല്ല ഈ ടോം. മതി മതി, എല്ലാരും കൂടെ എന്റെ ടോമിനെ കരയിപ്പിക്കല്ലേ. നിങ്ങളെല്ലാവരും പറഞ്ഞതും അന്ന പറയാതെ പറഞ്ഞതും ഞാൻ ഉൾക്കൊള്ളുന്നു. ഞങ്ങളുടെ കുഞ്ഞ് വളരേണ്ടത് എൻ്റെ അന്നയുടെ ഉദരത്തിൽ തന്നെയാണ്. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങളും ദൈവത്തിൻ്റെ പങ്ക് പറ്റട്ടെ എന്ന്. എല്ലാവർക്കും സന്തോഷമായില്ലേ? താങ്ക് യു മൈ ലോർഡ്. ഇനി എല്ലാരും വന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. ആ തങ്കുവിനെ ഇട്ടിയും കൂടെ വിളിക്ക്. അവർ രണ്ടുപേരും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. ഇത്രയും ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. അന്നക്കുഞ്ഞിൻ്റെ വിഷമം മാറ്റാൻ ഞാനൊരു നേർച്ച നേർന്നായിരുന്നു. എൻ്റെ ദഹനക്കേടിൻ്റെ അരിഷ്ടം കൂടി ഞാനങ്ങ് നിർത്തി. ആഹാ, തങ്കു, എന്തൊരു മനപ്പൊരുത്തം! ഞാനും നിർത്തി. എടാ അലക്സേ, നീയോ? നിങ്ങളില്ലാതെ എനിക്കെന്താ ആഘോഷം? വൈകിട്ടെന്താ പരിപാടി? പ്രാർത്ഥന, അല്ലാതെന്ത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, ഇനിയിപ്പോ എന്താ നിന്റെ പ്രശ്നം? നിങ്ങളെല്ലാവരും ഇന്നു മുതൽ കുടി നിർത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിന്റെ ആഘോഷത്തിലേക്കായി ഇന്ന് നമുക്കെല്ലാവർക്കും കൂടെ ഓരോ ചെറുതങ്ങ് അടിച്ചാലോ? ഇവനെ ഇന്ന് ഞാൻ, എടാ ഇട്ടി, നിന്നെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും കേട്ടോ.